മൂന്ന് പേരും പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചാല്, സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുന്നവരെന്ന് പറയും. സന്തോഷത്തോടെ കൈക്കൊള്ളും. അപ്പൊ ഈ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുകയും കണ്ണുനീരോടെ വചനം കൈക്കൊള്ളുകയും ചെയ്യുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. യഥാർത്ഥത്തിൽ വചനം കൈക്കൊള്ളേണ്ടത് തകർന്ന ഹൃദയത്തോടെ, ഈറനണിഞ്ഞ കണ്ണുകളോടെ, നുറുങ്ങിയ ഹൃദയത്തോടുകൂടിയൊക്കെ വചനം എന്ത് ചെയ്യേണ്ടത്? കൈക്കൊള്ളേണ്ടത്. പക്ഷെ ഇവിടെ ഈ ഫലം കൊടുക്കാത്ത അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യം, അവര് വചനം സന്തോഷത്തോടെയാ കൈക്കൊണ്ടത്. ഈ മൂന്നിന്റെ അവസ്ഥയ്ക്ക് ഫലമുണ്ടോ? ഇല്ല. ഫലമാകുന്നതിന് മുമ്പ് ഉപദ്രവമോ പരീക്ഷയോ പ്രയാസമോ നേരിടുമ്പോൾ അവരെന്ത് ചെയ്യും? പിന്മാറിപ്പോകും. അപ്പൊ ഇവർ ഈ സന്തോഷത്തോടെ കൈക്കൊള്ളാൻ കാരണം എന്താ അറിയാമോ? ഞാനതിന്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ മനസ്സിലായി. എങ്കിൽ ഞാൻ എന്റെ ഒരു പോയിന്റ് പറഞ്ഞ് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. രോഗം, ദുഃഖം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൗമിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിമിത്തം ദൈവവചനം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഒരു പ്രാർത്ഥനയാണെങ്കിൽ പോലും ഒരു വീട് വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവർക്ക് പ്രാർത്ഥന വളരെ ഇഷ്ടം. ആര് എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും അവർക്ക് സന്തോഷം. അതെന്തിന്റെ ബേസാന്നറിയാമോ? അവരുടെ ജീവിതത്തിന്റെ ആഴമേറിയ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ അവർക്ക് പ്രാർത്ഥന ആവശ്യമാണ്. അത് സന്തോഷത്തോടെ അവരെന്ത് ചെയ്യും? ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരാളുടെ അടുക്കിലേക്ക് നമ്മള് സുഷേരം പറയാൻ ചെന്നു നോക്കി, അവൻ നമ്മളെ സന്തോഷത്തോടെ സ്വീകരിക്കൂ? സ്വീകരിക്കത്തില്ല. ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാറുണ്ട് ആവശ്യത്തിനെന്ന് പറയും, ഇല്ലേ? എന്നാൽ തകർന്നിരിക്കുകയാണെങ്കിലോ പ്രാർത്ഥിച്ചേ പോകാവൂ എന്ന് പറയും. അപ്പൊ പല കാര്യങ്ങളെയും ചിലര് സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ വല്ലാത്ത സാഹചര്യത്തെ അവര് ഫേസ് ചെയ്യുമ്പോൾ. നിങ്ങളൊരു സത്യം ചിന്തിച്ചു നോക്കൂ. ഈ ഭാഗം നിങ്ങൾ അല്ലെങ്കിൽ ഈ കർത്താവ് പറയുന്ന 4 കൂട്ടം കാര്യം പഠിച്ചു വന്നാൽ നമ്മുടെ ചിന്തകളൊക്കെ കുറെ ഒന്ന് മാറുക. കാരണം നമ്മുടെ മധ്യത്തിലുള്ള ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഈ പാറസ്ഥലത്ത് വീണ വിത്തിന് തുല്യര. ഇവരൊക്കെ ജീവിതത്തിൽ രോഗം മാറാനും, ദാരിദ്ര്യം മാറാനും, ജീവിതത്തിന്റെ പ്രയാസം മാറാനും, വീടിന്റെ ശുഷ്കിച്ച അവസ്ഥ മാറാനും, ശാപം മാറാനും ഒക്കെ ആയിട്ട് അതാത് കാലഘട്ടങ്ങളിൽ ദൈവദാസന്മാര് വന്ന് പറഞ്ഞ വചനത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഇതിനകത്തേക്ക് വന്ന ആളുകളാണ്. പക്ഷെ ഇവർക്കൊന്നും എന്തില്ല? വേരില്ല, റൂട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ രോഗം മൂലം ഒരാൾ മുൻപോട്ട് വന്നെങ്കിൽ രോഗം മാറി കഴിയുമ്പോൾ ആ വ്യക്തി പിന്നെ ഒരു അലസന ദൈവസഭയ്ക്കകം. അവന്റെ രോഗം മാറിയില്ല, അവൻ രോഗസൗഖ്യത്തിന് വേണ്ടി വന്നതാണ്. കടഭാരം കയറി മുടിഞ്ഞ് അങ്ങ് ഞെരുങ്ങി സാമ്പത്തികമായ പ്രശ്നത്തിൽ അവൻ വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നത്. 2 കൈ നീട്ടി സ്വീകരിച്ചു, നമ്മൾ പറഞ്ഞതൊക്കെ അവൻ അംഗീകരിച്ചു. ഒന്നും അകത്ത് റൂട്ടുണ്ടായിട്ടൊന്നുമല്ല, റൂട്ടൊന്നുമില്ല. പക്ഷെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. അതിന് യേശുവിനെ അല്ല വേറെ ഏതെങ്കിലും ദൈവത്തിന്റെ നാമത്തിൽ ആള് ചെന്നാലും അവരെ അവർ സ്വീകരിച്ചേനെയായിരുന്നു. കാരണം അവരുടെ പ്രശ്നമാണ് വലുത്. അവർക്ക് എങ്ങനെ അതിനൊരു പരിഹാരം കിട്ടിയാൽ മതി. പിന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോകുന്ന ആളുകൾ ആരാ? നമ്മളാ. അതുകൊണ്ടാണ് അവര് നമ്മളെ 2 കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ ഇവർക്കൊന്നും എന്തില്ല, വേരൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇതിന് ആഴം മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് പാറസ്ഥലത്ത് വീണ വിത്ത് പറയുന്നത്. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾക്ക് അതിന്റെ ആഴം മനസ്സിലാവും. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളാനുള്ള കാരണങ്ങൾ പലതാകാം. ഇവിടെ നമ്മൾ വായിക്കുന്നത്, പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ. 3 സുവിശേഷകന്മാരത് പറയുന്നത്. മത്തായി പറയുമ്പോ പറയുന്നത് നോക്കി, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുതൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു, എങ്കിലും എന്തില്ല? വേരില്ല. കാരണം പാറസ്ഥലത്ത് വേരൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇറങ്ങിയില്ല. പാറയിൽ വേരിറങ്ങുമോ? ഇല്ല. ചില നമുക്കറിയാം, ഈ വലിയ ഈ പാറ
പാറക്കെട്ടുകൾ നിറഞ്ഞ ചില സ്ഥലത്തൊക്കെ ചില മരങ്ങളൊക്കെ വന്നാൽ ആ രണ്ട് പാറയുടെ ഇടയ്ക്ക് അല്പം എന്തുണ്ടാകും, ഇളക്കമുള്ള മണ്ണുണ്ടാകും. അവിടെ ഒരു വിത്ത് വീണാൽ അവിടെ ഒരു സസ്യം നട്ടാൽ അത് നന്നായിട്ട് വളരുകയും ചെയ്യും, ഫലം തരികയും ചെയ്യും. പക്ഷെ അതിനിടയിൽ എന്തുണ്ടാകണം, ഒരു നല്ല മണ്ണുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഒരു വൃക്ഷത്തിന് ആ പാറയുടെ ഇടയിൽ വളരാനായിട്ട് പറ്റും. ഓക്കെ, ചിന്തിക്കാം നമുക്ക്. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളാൻ പല കാരണങ്ങളാണ്. ഒന്ന്, ജീവിതത്തിലെ വിവിധ അപരാധങ്ങളിൽ മനസ്സ് കലങ്ങി സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നവരെ സന്തോഷത്തോടെ കൈക്കൊള്ളും. ജീവിതത്തിലെ വിവിധ അപരാധങ്ങളിൽ മനസ്സ് കലങ്ങി സമാധാനം നഷ്ടപ്പെട്ടു. ഈ അപരാധം അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു അത് മുഖാന്തരം ഉണ്ടായ കുറ്റബോധം ഉണ്ടല്ലോ, അതിലിങ്ങനെ താണു നിൽക്കുന്ന സന്ദർഭത്തിൽ സുവിശേഷം കേട്ടാൽ സന്തോഷത്തോടെ വേഗത്തിൽ കൈക്കൊള്ളും. ഇപ്പം ഒരു കൊലപാതകം നടത്തി സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ സംഭവിച്ചു പോയി, ആ വ്യക്തിയോട് സുവിശേഷം പറഞ്ഞാൽ ആ വ്യക്തി ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് കുറ്റബോധമുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യും, അവൻ നമ്മൾ പറയുന്ന കാര്യങ്ങളെ 100% അംഗീകരിക്കും. എന്നാല് വളരെ പാറ പോലെ ഉറച്ച ഹൃദയമുള്ള ഒരു മനുഷ്യൻ ഒരാളെ കൊന്നില്ല, രണ്ടാളെ കൊന്നു, അവന് ഒരു കുറ്റബോധവുമില്ല ചെയ്ത തെറ്റിനെ കുറിച്ച്, ഒരു മാനസിക വിങ്ങലുമില്ല. അവനോട് നമ്മൾ സുവിശേഷം പറഞ്ഞാൽ ഒരിക്കലും അവൻ എന്ത് ചെയ്തില്ല, അക്സെപ്റ്റ് ചെയ്യും, കേൾക്കാൻ പോലെ നിൽക്കുക. സംഭവിച്ചു പോയി, ചെയ്തു പോയി, ഞാൻ മുഖാന്തരം ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി, ഒരു കുടുംബത്തിന്റെ അത്താണി ഞാൻ മുഖാന്തരം ഇല്ലാതായി പോയി എന്നുള്ള ആ കുറ്റബോധം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആ വ്യക്തിയോട് സുവിശേഷം പറഞ്ഞാൽ അദ്ദേഹം സന്തോഷത്തോടെ അതെന്ത് ചെയ്യും, കൈക്കൊള്ളും. കാരണം എന്താ, ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള തന്റെ ഹൃദയത്തിന്റെ അപരാധബോധം തന്നെ വളരെയധികം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണത് സന്തോഷത്തോടെ അദ്ദേഹം സ്വീകരിക്കാൻ കാരണമായി മാറുന്നത്. സുവിശേഷം കേട്ടത് നിമിത്തമുള്ള താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി, അത് ഇദ്ദേഹത്തിന് വേണ്ട താൽക്കാലിക സന്തോഷം എന്താ, ഈ അപരാധബോധം എന്ന് പറഞ്ഞാൽ ഈ കുറ്റബോധം മനസാക്ഷി ഇങ്ങനെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുറ്റബോധം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ, സുവിശേഷത്തെ സ്വീകരിക്കുന്നത്, ദൈവവചനത്തെ സ്വീകരിക്കും. പക്ഷെ എന്തില്ല, റൂട്ടില്ല, വേരൊന്നുമില്ല. നമ്മളാണേലും അങ്ങനെ തെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യനെടുക്ക ചെന്നാല് നമ്മളാണേലും എന്ത് പറയും, സുവിശേഷം ആ വ്യക്തിയോട് പറയുന്നത് സാഹചര്യം അനുസരിച്ച അല്ലേ. നമ്മൾ ഒരുപാട് കഥാപാത്രം ആദ്യം പറയുന്നത് ദാവീദിനെ ആയിരിക്കും. ദാവീദ് പാപം ചെയ്തു, തെറ്റ് ചെയ്തു അല്ലേ, ദൈവം ദാവീദിനോട് ക്ഷമിച്ചു. യെശയ്യാപ്രവചനത്തിലെ വാക്യം, നിന്റെ പാപങ്ങൾ എത്ര കടുഞ്ചുമപ്പാണെങ്കിൽ അത് ഹിമം പോലെ വെളുപ്പിക്കും. ഇങ്ങനെയുള്ള കുറെ വാക്യങ്ങളൊക്കെ എടുത്ത് മാത്രമേ നമ്മൾ ആ വ്യക്തിയോട് സുവിശേഷം പറയത്തുള്ളൂ. യേശുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കും എന്നൊക്കെ പറയുമ്പോൾ സന്തോഷത്തോടെ എന്ത് ചെയ്യും, ആ അപരാധബോധം, ആ ഉറ്റബോധം തന്നെ അതിൽ ഇങ്ങനെ നീറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ പറയുന്ന വചനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കും. ഒരുപക്ഷെങ്കിൽ അത് മുഖാന്തരം താൽക്കാലികമായിട്ടൊരു സമാധാനം തന്നെ ഹൃദയത്തിൽ ഉണ്ടാകും. നമ്മൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു വെച്ച് പോന്നു, പിറ്റേ ദിവസം നമ്മൾ അദ്ദേഹത്തെ അന്വേഷിച്ചു, ചോദിച്ചു, ബ്രദറെ ഞാൻ ഇന്നലെ രാത്രി സമാധാനത്തോടെ ഉറങ്ങി ഇല്ലേ. അത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷം. കാരണം നമ്മൾ പോയി പ്രാർത്ഥിച്ചു, ആഴ്ചകളും മാസങ്ങളും സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റാതെ കിടന്ന മനുഷ്യൻ എന്ത് ചെയ്തു, സമാധാനത്തോടെ ഉറങ്ങി. ഒരുപക്ഷെങ്കിൽ നമ്മൾ പിറ്റേ ആഴ്ച അദ്ദേഹത്തെ ചർച്ചിലേക്ക് ക്ഷണിച്ചാൽ അദ്ദേഹം വരാനും സാധ്യതയുണ്ട്. 4 ആഴ്ച വന്നു കഴിയുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ എന്ത് ചെയ്യും, സ്നാനപ്പെടുത്തുകയും ചെയ്യും. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം പുള്ളി തല കുമ്പിട്ട് സ്വീകരിക്കും. പക്ഷെ എന്തില്ല, റൂട്ടില്ല, വേരില്ല, പാറസ്ഥലത്താ വീണതെത്ത, ഫലമൊന്നും ഉണ്ടാകുകയില്ല. അപ്പൊ ആത്മാവായിട്ട് ചിലപ്പോൾ നമ്മുടെ ചർച്ചില് ഒരു പറന്നു പോകാതിരിക്കാനായിട്ട് അതിന്റെ മൂലയ്ക്ക് വന്ന് ഇരുത്താൻ പറ്റും, പക്ഷെ ഫലം കിട്ടുകയില്ല. കാരണം എന്താ, ഇത് സന്തോഷത്തോടെ എന്ത് ചെയ്തതാ, ആ താൽക്കാലിക പ്രശ്ന പരിഹാരത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഹൃദയത്തിന്റെ കുറ്റബോധത്തിനൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്തതാ, ദൈവജനം സ്വീകരിച്ചു. ഇതാണ് പാറസ്ഥലത്ത് വീണ വിത്ത് എന്ന് പറയുന്നത്. ഞാൻ ഈ സബ്ജക്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ നമ്മളിത് പഠിക്കാനും ഞാനിത് മനസ്സിൽ തീരുമാനിക്കാനുണ്ടായ കാരണം, ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഭാഗം ഇങ്ങനെ
പഠിച്ചു വന്നപ്പോൾ എന്റെ കാഴ്ചപ്പാടുകൾക്കും ചിന്താഗതികളെയൊക്കെ തകിടം മറിച്ച് കളഞ്ഞ ചിന്തകളാണ്. നമ്മൾ ഈ ഭാഗമൊക്കെ വായിച്ചു വിടും ഉണ്ടെങ്കിലും നമ്മൾ ഈ ഭാഗമൊക്കെ ഒരുപാട്, ഞാൻ തന്നെ 10-35 വർഷമായി ശുശ്രൂഷകനായിട്ട് ഈ ഭാഗമൊക്കെ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെ ആഴമായി ഡീപ്പായിട്ട് ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് എന്റെ ചിന്താഗതികളും അതുവരെ കരുതിയിരുന്ന ധാരണകളെല്ലാം അടിമൂടി ദൈവജനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് മനസ്സിലാക്കി മാറി. നമ്മൾ സുവിശേഷം തീർച്ചയായിട്ടും പങ്കുവെക്കുമ്പോൾ ആളുകള് സ്വീകരിക്കുന്നത് ഈ 4 തലത്തിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ ചിന്തിക്കും പണ്ട് അവരെ ദൈവജനം കൈക്കൊണ്ട് അവർക്ക് വളരെ സന്തോഷമാണ്, അവരുടെ മുഖത്ത് അതിന്റെ സന്തോഷം അറിയാനുണ്ട്, കാണുമ്പോ അതിന്റെ സന്തോഷം. പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നല്ല നിലത്ത് വീണ അവസ്ഥയിലാണോ അവരിൽ ഇത് പ്രായോഗികമാകുന്നത് നമുക്ക് ചിന്തിക്കാനായിട്ടല്ല. നമ്മൾ ചിന്തിക്കുന്നുമില്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുമില്ല. നമ്മൾ അതിനെല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇത് പല നിലവാരത്തിലാണ് ഓരോ വ്യക്തികളിലും എന്ത് ചെയ്യുന്നത്, പ്രാക്ടിക്കലായി മാറുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗം നമ്മളെല്ലാം കർത്തൃവേലക്കാരായതുകൊണ്ടും അനേകം ആളുകളുമായിട്ട് നമ്മൾ നിരന്തരം ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നവരായതുകൊണ്ടും ഇതിന്റെ ഗൗരവതരമായ ഭാഗം നമ്മളൊന്ന് മനസ്സിലാക്കണമെന്ന്, അല്ലെ നിങ്ങൾ അറിയണമെന്ന്, നമ്മൾ ഒത്തിരി പേരൊന്നും ഇല്ലെങ്കിൽ കുറച്ചുപേരെ ഉള്ളെങ്കിലും ഇതൊന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ സബ്ജക്ട് ഞാൻ സനോജനോട് അങ്ങോട്ട് പറഞ്ഞത് നമുക്ക് ഇന്ന ഭാഗം ചിന്തിക്കാമെന്ന് പറയാനുണ്ടായ കാരണം. കാരണം എന്റെ ഒരുപാട് കാഴ്ചപ്പാടുകളെ പൊളിച്ചെഴുതി ഇതിന്റെ ആഴം ഒന്ന് ഗ്രഹിച്ച് പഠിച്ചു വന്നു. കാരണം ഞാൻ പല സെമിനാറുകളിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഒന്നും ഈ ചിന്തകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെ കുറെ തിയോളജിക്കൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമെന്നുള്ളതല്ലാതെ ഈ പ്രായോഗിക ജീവിതത്തെ കുറിച്ചുള്ള ആധികാരികമായ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം പഠിച്ചെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു വസ്തുത. ഒക്കെ ഞാൻ അവസാനിപ്പിക്കേണ്ട സമയമായി. ഞാൻ ഈ 1ാമത്തെ പോയിന്റ് പറഞ്ഞു നിർത്താം. ഇപ്പൊ ജീവിതത്തിലെ വിവിധ അപരാധങ്ങളിൽ മനസ്സ് കലങ്ങി സമാധാനം നഷ്ടപ്പെട്ടവരാകാം. 1ാമത് വേഗത്തിൽ വചനത്തെ സ്വീകരിക്കുന്നവരും കൈക്കൊള്ളുന്നു. സുവിശേഷം കേട്ടത് നിമിത്തമുള്ള താൽക്കാലിക സന്തോഷത്തിനു വേണ്ടി അവരത് സ്വീകരിക്കുന്നു. എന്നാൽ അതിലധികമായിട്ടൊന്നും ചിന്തിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാനായിട്ട് ഇവർ മെനക്കെടത്തില്ല. അവരുടെ ഏക ലക്ഷ്യം അവരുടെ പ്രശ്നത്തിന് എന്തുണ്ടാകണം, പരിഹാരം ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ഈ ചിന്തിച്ചു വരുമ്പോൾ അതുകൊണ്ട് രോഗിയായി കിടക്കുന്ന ഒരാളെടുക്ക് പോയി സുവിശേഷം പറയരുതെന്നുള്ള അർത്ഥമാണോ? അല്ല. രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് സുവിശേഷം പറയുകയും ചെയ്യണം. പക്ഷേ ആ രോഗസൗഖ്യത്തിലൂടെ മാത്രം അവരെ വിശ്വാസത്തിലേക്ക് നയിക്കരുത്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വിശ്വാസത്തിൽ വന്നതൊന്നും നേരായ ആത്മീയ ജീവിതം നയിക്കത്തില്ല. സുവിശേഷം കേട്ട് സുവിശേഷം അംഗീകരിച്ച് യഥാർത്ഥ മാനസാന്തരം ഉണ്ടായി ദൈവസന്നിധിയിൽ വരുന്നത് മാത്രമേ ഫലമുള്ളതായിട്ട് നിൽക്കത്തുള്ളൂ. ബാക്കിയൊക്കെ ഈ താൽക്കാലിക പ്രശ്ന പരിഹാരങ്ങളാണ്. പാറസ്ഥലത്ത് വീണ വിത്തുപോലെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാല് ഇങ്ങനെ പൊട്ടാൻ നിൽക്കുന്ന അഗ്നിപർവ്വത പോലെ തുല്യമായി നിൽക്കുന്ന ജീവിത സാഹചര്യത്തില് നമ്മൾ സുവിശേഷം പറഞ്ഞാൽ 2 കൈ നീട്ടി അവരെന്ത് സ്വീകരിക്കും. പക്ഷെ അത് യഥാർത്ഥ ഫലം എന്ത് ചെയ്യത്തില്ല, നൽകി തരത്തില്ലെന്ന കർത്താവ് ഇതിനകത്തൂടൊക്കെ നമ്മളെ ഓർപ്പിക്കുന്ന പഠിപ്പിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള അവരുടെ പ്രതിസന്ധിയുടെ മുൻപിൽ അവർ സന്തോഷത്തോടെ വചനം എന്തെയും കൈക്കൊള്ളും. പക്ഷെ അതിലധികമായിട്ടൊന്നും അവര് ചിന്തിക്കത്തില്ല, അതിലധികമായിട്ടൊന്നും അവര് ആഗ്രഹിക്കത്തുമില്ല. അതിലധികം എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ആഗ്രഹവും അവരുടെ ചിന്തയും എന്താണ്, അവരുടെ പ്രശ്നത്തിന്റെ ശാശ്വതമായ പരിഹാരം. അത് മാത്രമാണ് അവരുടെ ആഗ്രഹം, അവരുടെ ചിന്തയും. സുവിശേഷം എന്ന് പറയുന്നതാണോ നമ്മുടെ താൽക്കാലിക പ്രശ്നത്തിന്റെ പരിഹാരമാണോ സുവിശേഷം? ഒരിക്കലും അല്ല. നിത്യമായ പ്രശ്നത്തിന്റെ പരിഹാരമാണോ സുവിശേഷം എന്ന് പറയുന്നത്? അല്ല. താൽക്കാലികമായതെല്ലാം ഈ ഭൂമിയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിപ്പോകുന്നു. പക്ഷെ നിത്യമായ പ്രശ്നം എന്ന് പറയുന്നതാണ് നമ്മുടെ നിത്യതയാണ്. അത് ഒറ്റയടിക്ക് കേൾക്കുന്ന ഉടനെ ഒന്ന് സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം, ഒരു പ്രോസസ് അല്ല യഥാർത്ഥ റിപ്പന്റൻസ് എന്ന് പറയുന്നത്. അത് ടൈം എടുക്കും, അതിന് സമയമെടുക്കും. അതിനൊരു രോഗസൗഖ്യമോ അല്ലെങ്കിൽ ഒരു കടഭാരമോ ഒന്നും അല്ല അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്,
അവരെ കേട്ട ഉടനെ സന്തോഷത്തോടെ എന്ത് ചെയ്യും? കൈക്കൊള്ളും. പക്ഷേ വേവില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? ഉണങ്ങിപ്പോകും. ചിലടത്ത് പറയുന്നത് എന്താണ്? ഉപദ്രവമോ മറ്റെന്തെങ്കിലും നിസ്സാരമായൊരു കാര്യം വരുമ്പോൾ എന്ത് ചെയ്യും? അവര് പിന്മാറിപ്പോകും. ഒന്നാമത് സന്തോഷത്തോടെ വചനം കൈക്കൊള്ളാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം എന്താണ്? ജീവിതത്തിന്റെ അപരാധങ്ങളിൽ മനസ്സ് കലങ്ങി സമാധാനം നഷ്ടപ്പെട്ട ആളുകള് ഈശ്വരനെ കേൾക്കുന്ന ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളും. അവർക്ക് ആ വചനത്തെ കുറിച്ച് കൂടുതലായ കാര്യങ്ങളൊന്നും അറിയണമെന്നോ അല്ലെങ്കിൽ ആകണമെന്നുള്ള ആഗ്രഹം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകും. അതാണ് ഒരു സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കാരണം. ഓക്കെ, സമയമായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മുടെ ചിന്തകൾ നമുക്ക് പഠിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മെ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത മാസം 3-ാം തീയതി നാട്ടിൽ ഒരു മാസം കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വളരെ നന്ദി സ്തോത്രം. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകളെ കുറിച്ചുള്ള ഉപമ, അതിൻ്റെ ആ ക്ലാസ്സിനെ തുടർച്ചയായി കേൾപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിച്ചല്ലോ. സ്തോത്രം. അത് വഴിയരികെ വീണ വിത്തുകൾക്ക് സമർപ്പണക്കുറവില്ലാത്ത നിമിത്തമായിട്ടും ഏകാഗ്രത കുറവ് ഇല്ലാത്ത നിമിത്തമായിട്ടും അതുപോലെ പാപവിചാരങ്ങളും അതിനോടുള്ള പാപത്തോട് വ്യഗ്രത നിമിത്തമായിട്ടും അവർക്ക് ആഴമേറിയ അനുതാപമില്ലാതെ പിശാച് അവരിൽ നിന്ന് അത് ആ വിത്തിൻ്റെ അനുഭവങ്ങൾ എടുത്തു കൊണ്ടുവന്ന അനുഭവ നിമിത്തമായിട്ടും കർത്താവിൻ്റെ അടുക്കൽ വരാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. വീണ്ടും പിന്നെ കർത്താദാസൻ ഓർപ്പിച്ചത് പാറമേൽ വീണ വിത്തുകൾ അത് വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. എന്നാൽ അത് ജീവിതത്തിൻ്റെ പലതുമായ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും നിമിത്തമാണ് ഓരോ മനുഷ്യനും ആ ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. അതിൽ ചെയ്ത പാപം നിമിത്തമായി, ചെയ്ത പ്രവർത്തികൾ നിമിത്തമായി അവർ ക്രിസ്തുവിലേക്ക് വരുന്നു, സുവിശേഷം കേൾക്കുന്നു. സുവിശേഷം കേൾപ്പാനുള്ള ഒരു താല്പര്യം അവർക്ക് ഉണ്ടാകുന്നു. എന്നാൽ അത് നിലനിൽക്കാൻ പറ്റാതെ അവർ പോകുന്ന അനുഭവങ്ങൾ, അത് കർത്താനാത്മാവ് ഈ ദിവസങ്ങൾ നമ്മളെ അതിനുവേണ്ടി സഹായിക്കട്ടെ. അത് കേൾപ്പിച്ച പോലെ ഇപ്പം താൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം നാം ചിന്തിക്കുന്ന പോലെയല്ല മനുഷ്യന് മാറ്റങ്ങൾ വരുന്നത്. സ്വതന്ത്രം ചിലത് സമയങ്ങൾ എടുക്കും. എന്നാൽ നമ്മൾ തിടുക്കം പിടിക്കാതെ ദൈവസന്നിധി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അതേ സ്വന്തം പ്രാർത്ഥിച്ചും കരഞ്ഞും ഉപവസിച്ചും കൊണ്ട് ആണല്ലോ നമ്മൾ ആ വിത്തുകൾ അത് അവരുടെ ഇടയ്ക്ക് പാകേണ്ടത്. അതിനുവേണ്ടി ഒരു അധ്വാനമുണ്ട്. എന്നാൽ അധ്വാനത്തിന് ഫലം കർത്താവ് നമുക്ക് നൽകും. അത് ആ വിശ്വാസത്തോടെ മുന്നേറുവാൻ നമ്മുടെ വേലയിൽ വർദ്ധിച്ചു ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ. കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ നമ്മൾ തന്നെ സമർപ്പിക്കാം. അതുപോലെ കർത്തദാസൻ പറഞ്ഞ പോലെ അടുത്ത മാസം താൻ വരുവാൻ ആഗ്രഹിക്കുന്ന തൻ്റെ യാത്രയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി അത് സ്തോത്രം അല്ലെങ്കിൽ തന്നിലും താൻ മുഖാന്തരവും അത് നമ്മളിലും കർത്താവ് ഈ ദിവസം കൂടുതലായി ചെയ്യട്ടെ. കേൾക്കുന്ന വചനം നമുക്ക് അനുഗ്രഹമായി തീരുക മാത്രമല്ല നമ്മുടെ സുവിശേഷ വേലയ്ക്ക് അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവിൻ്റെ ആത്മാശക്തിയോടെ മുന്നേറുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നാം എല്ലാവരും വലിയ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ അത് ജോണച്ചാൻ പ്രാർത്ഥിച്ച് രാജൻ പാസ്റ്റർ ആശീർവാദം പറയുന്നതായിരിക്കും. ജോണച്ചാൻ പ്രാർത്ഥിച്ചിട്ട് രാജൻ പാസ്റ്റർ ആശീർവാദം പറയുന്നത്. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സർവ്വലോകത്തിന്റെ അധിപനായ ഞങ്ങൾ നല്ല കർത്താവെ വാർത്തയിലെ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയം കർത്താവെ ഞങ്ങൾക്ക് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവകൃപനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ കേട്ട വചനങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയായിരിക്കണം. കർത്താവെ സ്തോത്രം കൂടി വന്ന എല്ലാ ദൈവജനത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതിന് നേതൃത്വം നൽകുന്ന തന്നൊരു പാസ്റ്റർ കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വചനങ്ങൾ പഠിപ്പിക്കുന്ന പാസ്റ്ററെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് ലീഡ് ചെയ്ത കർത്താവിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതാണ്. സ്തോത്ര കർത്താവ് ഈ വേദ പഠനം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരണം. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥകേട്ടനായി സ്തോത്രം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യും. കർത്താവ് നമ്മെ വിടിവിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. നമ്മളെ പ്രത്യാശയോട് നടത്തുന്നതിനാൽ സ്തോത്രം ചെയ്യാം. നിത്യത വരെയും ഏറിയ പ്രത്യാശയിൽ വർദ്ധിച്ചു വരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേക വചനം പഠിപ്പിച്ച ദൈവദാസന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങൾ കർത്താവിന്റെ ദാസൻ നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന യാത്രയെ കൂടെ എനിക്ക് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. സ്തോത്രം, 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 സ്തോത്രം.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസം നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും പുരോഗമമുള്ള സകല വിശുദ്ധന്മാരോട് കൂടെയും ഇപ്പോഴും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്